അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴി വടയാണ്. റംസാനിലുള്ള സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് 1 കിലോ ഇറച്ചി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ഇറച്ചി വേവിച്ച് ഉപ്പും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. ഇറച്ചിക്ക് 1 കിലോ ഉള്ളി എന്നാണ് ഇതിൻ്റെ കണക്ക്. 1 കിലോയിൽ അധികം 1-2 ഉള്ളി അധികമായാലും കുഴപ്പമില്ല. ഒരു 10-12 പച്ചമുളക് പൊടിയായിട്ട് മുറിച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്. നമുക്ക് ആദ്യമായിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളിൻ്റെ കൂടെ ഞാനിപ്പോൾ പൊടിയായി മുറിച്ച് വെച്ച പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. ഇതിന് ഞാൻ 2 തരത്തിലുള്ള കോഴിവട ഉണ്ട്. ഇതിപ്പം ഡ്രൈ ആയിട്ടുള്ള മസാല ഉള്ള കോഴിവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ കൊയിലാണ്ടിയിലെല്ലാം കൂടുതലും ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഡ്രൈ അല്ലാത്തതും ഉണ്ട്. ഇത് ഡ്രൈ ആയിട്ടുള്ളതാണെന്നേരം നമുക്ക് ടിന്നിലെല്ലാം അടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു കോഴിവടയാണ്. ഡ്രൈ ആയിട്ടാണ് മസാല ഉണ്ടാക്കുക. ഇതിന് കുറച്ച് ടൈം പിടിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇതിലേക്ക് വാട്ടണം. എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായി വാടിയാൽ നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി വാടട്ടെ. ഇതിപ്പോൾ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വാടിയാൽ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി ആയത്. ഇത് 1 കിലോന് ഇറച്ചിക്കുള്ളതാണ്. അതുകൊണ്ടാണ് മുളക് പൊടി നല്ലോണം ആഡ് ചെയ്തത്. ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും കൂടി മിക്സായിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ടത്. സാദാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. എരിവാണെങ്കിൽ സാദാ മുളക് പൊടി ആഡ് ചെയ്യേണ്ടി വരും. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായി വാടിയാൽ ഇതിലേക്ക് നമുക്ക് ഇറച്ചി ആഡ് ചെയ്യാം. ഒരു കിലോ ഇറച്ചി വേവിച്ച് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ് ഇത്. കുറച്ച് ഇറച്ചി പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവൻ ഇതിലിട്ട്
നന്നായിട്ട് ഒന്ന് ഇളക്കണം. വലിയ വട്ടമുള്ള ഉരുളി പോലത്തെ ഉരുളിയോ ചെമ്പോ എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് ഉരുളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് ഉരുളി അല്ലാത്തതുകൊണ്ട് ചെമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നല്ലോണം വാടിക്കഴിഞ്ഞാൽ വേറൊരു ഫ്രൈ പാനിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നാൽ പിന്നെയും ഡ്രൈ ആയിട്ട് വാട്ടണം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നന്നായി വാട്ടും. കുറച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. സമൂസക്കെല്ലാം വാട്ടുന്ന പോലെ ആദ്യം വാട്ടിയെടുക്കാം. അതിന് ശേഷം ആ വെണ്ടം തന്നെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലും ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അതിന് ഇതിലേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നേരം അടി കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാനിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം മസാല. ഇത് കുറച്ചൊന്ന് വാടിയാലാണ് ഇതിൽ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് വാടിയാലും ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി ഇതൊന്ന് നന്നായി നമുക്ക് ഈ പാനിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം, ഡ്രൈ ആക്കാം. നല്ലോണം ഡ്രൈ ആക്കാൻ നല്ലോണം ഉണങ്ങിയ പോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഇത് മസാല, എൻ്റെ കോഴിയുടെ മസാല നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കുന്നേരം ഒരു ചെറിയൊരു ശബ്ദം വരില്ലേ, അതാണ് അതിൻ്റെ കണക്ക്. എന്താ പാനിലിങ്ങനെ ഇളക്കുന്നേരം ഡ്രൈ ആയാലും ഒരു ചെറിയൊരു ശബ്ദം വരും. എന്നിട്ട് പഞ്ചസാര ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടി മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. പഞ്ചസാര വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യണ്ട. ഇത് നമുക്ക് ഇഷ്ടമാണിത്, നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ചൊരു പഞ്ചസാര ഇട്ടാൽ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇത് ടിന്നിലെല്ലാം അടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. കോഴിയുടെ റംസാനെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം, ഗൾഫിലൊക്കെ കൊണ്ടുപോകാനെല്ലാം പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് കോഴിയടക്കാൻ വേണ്ടിയിട്ട് മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കോഴിയടക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനാവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് കോഴിയടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതിനുള്ള മാവാണിത്. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിയടക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഞാൻ ഇപ്പോൾ പരത്തുകയാണ്. നേർമായിട്ട് പരത്തണം, എന്നാലാണ് ഒരു ക്രിസ്പി ആവും. കോഴിയടക്ക് വേണ്ടി ഞാൻ നന്നായി പരത്തിയിട്ടുണ്ട്. ഇതിപ്പം നേർങ്ങനെ പരത്തിയിട്ടില്ല, നേർങ്ങനാണ് പരത്തേണ്ടത്. ഇനി നമുക്കിതിന് ഒരു പുട്ടിൻ്റെ മൂടിനെ കൊണ്ടാണ് ഞാനിപ്പോൾ മുറിക്കുന്നത്. സാധാരണ ഒരു ചെറിയൊരു അടിയിൽ മൂർച്ച വേണം മുറിച്ചെടുക്കാൻ. ചെറിയ കുപ്പിൻ്റെ മൂടിനെ കൊണ്ടായാലും മതി.
ഈ റൗണ്ടിൽ ഇതുപോലെ ഓരോന്നും മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവന് പരത്തിയതൊക്കെ മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട് കോഴി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കോട്ടാം. കോഴി എടുക്കാൻ വേണ്ടിയിട്ട് പണ്ടം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പണ്ടം വെച്ചിട്ട് കോട്ടിയെടുക്കാം. കോട്ടുക എന്നാണ് പറയാം. കുറച്ച് പണ്ടം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്, കോഴിയുടെ പണ്ടം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിനിങ്ങനെ പിരിയിടണം. ഇങ്ങനെ ഓരോ ഇതുപോലെ ഓരോന്നായിട്ട് പിരിയിടുക. ഇപ്പം കോഴിയുടെ എല്ലാം പരത്തി മുറിച്ച് പിരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചീനച്ചട്ടി വെച്ചാൽ നല്ല കുയ്യുള്ള ചട്ടിയാണ് വെക്കേണ്ടത് കോഴിയുടെ പൊരിക്കാൻ. പരന്ന ചട്ടിയിൽ ഇങ്ങനെ റെഡിയായിട്ട് പൊരിയൂല. അപ്പോൾ ചീനച്ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും എന്തായാലും കുഴപ്പമില്ല. ഇപ്പം കോഴിയോടെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറാകുന്ന വരെ പൊരിച്ചെടുക്കാം. കോഴിയോടെ മസാല ഉണ്ടാക്കുന്നേരം ഇടയ്ക്കൊരു ഇറച്ചിയൊക്കെ കട്ട പിടിച്ചു പോയാൽ അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഡ്രൈ ആയിട്ട് മസാല ഉണ്ടാക്കുന്നേരം ചെറിയ ചെറിയ കട്ട ഉണ്ടാവും. അപ്പോൾ അത് പൊടിച്ചിട്ട് അതിലേക്ക് തന്നെ ആഡ് ചെയ്താൽ മതി മസാലയിൽ തന്നെ. ഇതിപ്പം ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനും പൊരിച്ചിട്ടുണ്ട്. ഇതുപോലാണ് വേണ്ടിയത്. ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കോഴിയട റെഡി ആയിട്ടുണ്ട്. റംസാനിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.